MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ് നിൽക്കുന്നത് എവിടെയാണ്? എന്താണ് അവിടുത്തെ സാഹചര്യം? സജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജനറൽ ആശുപത്രി അല്ലെങ്കിൽ ബീച്ച് ആശുപത്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ആശുപത്രിയാണ്. നമുക്ക് ആദ്യം തന്നെ കാണേണ്ടത് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലാണ് ആശുപത്രികളെന്ന് പറയുമ്പോൾ ലാമിനേറ്റഡ് ആയ ഒരു കെട്ടിടം നമുക്ക് കാണാം. അതായത് ഈ ആശുപത്രിയുടെ ഫാർമസിയും ലബോറട്ടറിയും ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകൾ ഭാഗം, അതായത് ഓടിട്ട കെട്ടിടത്തിന് മുകളിൽ അത് ചോർന്നൊലിക്കുമ്പോൾ അതിന് മുകളിൽ പ്ലാസ്റ്റിക് പടുതകൾ വലിച്ചു കെട്ടി അതിന് താഴെയാണ് ഈ ലബോറട്ടറിയും ഒപ്പം ഫാർമസിയും പ്രവർത്തിക്കുന്നത്. അത്രമേൽ മോശം അവസ്ഥയാണ് ആ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്തുള്ളത്. മറുഭാഗത്ത് ബീച്ച് ആശുപത്രി ഒരുപാട് പഴക്കമുള്ള ആശുപത്രിയാണ്. അതിൻ്റെ 21, 22 വാർഡുകളൊക്കെ ഏതാണ്ട് പൂർണ്ണമായി ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് എന്ന് രോഗികൾ പറയുന്നു. പക്ഷേ അതിനകത്തേക്ക് കയറിയാൽ പിന്നീട് ചില നിയമപ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അകത്തോട്ട് കയറാൻ പറ്റാത്തത്. ഒപ്പം ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ ഫാർമസി. അവിടെ ജീവനക്കാരുടെ എണ്ണം നന്നേ കുറവാണ്. അതുകൊണ്ട് വരുന്ന ആളുകൾ ഒരുപാട് നേരം നിന്ന് ടോക്കണൊക്കെ എടുത്ത് നിന്നാൽ മാത്രം മരുന്ന് കിട്ടിയോ? എന്താ മരുന്ന് പിന്നെ കണ്ണിലുറ്റിക്കാൻ മരുന്ന് കിട്ടി. പിന്നെ 2 തുള്ളി മരുന്നാണ് ഉറ്റിക്കേണ്ടത്. അല്ല, 4 നേരം. വാങ്ങാനുണ്ടോ? പുറത്തുനിന്ന് വാങ്ങാനില്ല. കണ്ണിൽ നിൽക്കണം. കുറേ നേരം നിൽക്കണം. ഒരുപാട് സമയം അവിടെ നിൽക്കണ്ടോ? എങ്ങനെ തിരക്ക് കാണിച്ചോ? ഞാൻ കാണിച്ചു, ഇവിടെ ഡോക്ടറെ കാണിക്കാണ്ട് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ് ബ്ലഡ്. പക്ഷെ തിരക്ക് ചുമ്പൊക്കെ അത്യാവശ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോരുത്തർ പറഞ്ഞാലും നമുക്ക് ഒരു സാധിപ്പിച്ചു തരും. ഇപ്പം നമുക്കൊരു സുഖമില്ല, കോഴിക്കോട് കാണിക്കാം, ഓങ്കോള ജില്ല കാണിക്കാൻ ഷീട്ട് വേണം, അല്ല മരുന്ന് വാങ്ങണം. എന്നാലും ലൈനാണ് എങ്കിലും നമ്പർ ഇടുമ്പോൾ ടോക്കനായിട്ട് അപ്പം ആ നമ്പറിൽ നമ്മൾ ഒരു എഴുതുന്ന നമ്പർ നമ്മളത് വരെ ഇങ്ങനെ ഏത് സുഖമില്ലാണെങ്കിലും നമ്മളിങ്ങനെ ടയറിൽ ഇങ്ങനെ ഇരിക്കണം. അത്ര നമുക്ക് കാണാം ഇവിടെ ഇപ്പോൾ ഒരു അമ്മയും ഒരു കുഞ്ഞും ഒരു മകനുമായിട്ടിരിക്കുന്നത്. എന്താണ് സ്കൂട്ടറിൽ കുട്ടിയെ പനിയായിട്ട് വന്നു? അത് മരുന്ന് വാങ്ങാൻ 214 ടോക്കൺ. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല? ഇല്ല, ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇല്ല, സ്ഥലമില്ല. ഒരുപാട് ഫെസിലിറ്റീസുകൾ ഇനിയും വരാനുണ്ട്. പിന്നെ കൗണ്ടറുകൾ കൂട്ടാനുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇതാണ്. ചെറിയ മക്കളൊക്കെ ആയിട്ട് വരുമ്പോൾ അങ്ങനെ ഒരുപാട് ടൈം വെയിറ്റ്. ഇപ്പോൾ ഈ മരുന്ന് കിട്ടിയിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാൻ. അതെ, അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സജിത്ത്, ഇത് കണ്ടോ, ഒരു കുട്ടി സ്കൂട്ടറിലാണ് ഇപ്പോൾ ആ കുട്ടിയെ വിശ്രമിക്കാൻ നിൽക്കുന്നത്. അങ്ങനെ പനിയായിരുന്നു, ഡോക്ടറെ കാണിച്ചു. പക്ഷേ ഫാർമസിയിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ 214 ടോക്കൺ. അവിടെ അതിൻ്റെ പകുതി പോലും ആയിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഫാർമസി ജീവനക്കാർ 1, 2 പേരോ ആകെയുള്ളൂ. 100 കണക്കിന് രോഗികളാണ് രാവിലെ മുതൽ എത്തുന്നത്. OPയിലൊക്കെ ഒരുപാട് പേരെത്തും. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് അവിടെ അകത്തിരിക്കാൻ കൗണ്ടറിൽ ഇടയില്ല. അതുകൊണ്ട് പുറത്ത് വന്ന് സ്കൂട്ടറിൽ ഈ കുട്ടിയെ കിടത്തിയിട്ട് അതിൻ്റെ ഒരു വശത്ത് നിന്ന് മരുന്ന് വാങ്ങാനുള്ള ടേൺ. ഇനി ആ മരുന്ന് വാങ്ങിയിട്ട് വേണം കുട്ടിക്ക് കൊടുക്കാൻ. അത്രമേൽ പനിയുള്ളൊരു കുട്ടിയാണ്. ഇതാണ് പ്രശ്നം. നമ്മൾ എത്ര മാത്രം സൗകര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോഴും അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിൽ വലിയ ഒരു വീഴ്ച തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഒപ്പം ഈ 11 ഡയാലിസിസ് യൂണിറ്റുകളുള്ള ഒരു ആശുപത്രിയാണിത്. പക്ഷേ അതിൽ 5 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. മറ്റ് ഡയാലിസിസ് യൂണിറ്റുകളൊന്നും പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഡയാലിസിസിനായി വരുന്ന രോഗികളൊക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സജിത്ത്, എന്തായാലും അനീഷ് സൂചിപ്പിച്ചത് കറക്റ്റാണ്. എന്തായാലും സംസ്ഥാനത്തിൻ്റെ ആതുരാലയങ്ങളുടെ പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ചില പോരായ്മകളുള്ള ഇടങ്ങളുണ്ടെങ്കിൽ കൂടിയും മികച്ച രീതിയിൽ നടക്കുന്ന സംവിധാനങ്ങളുമുണ്ട് എന്ന കാര്യം പ്രത്യേകം പരാമർശിക്കുകയാണ്. കാരണം വിമർശനങ്ങൾക്കും അപ്പുറം നമ്മുടെ ആരോഗ്യമേഖല എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാണ്. ആ മാതൃകയാവുന്ന കാഴ്ചകളുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട പരാതികൾ ഉണ്ടാവുന്നുണ്ട്. എന്നാൽ മെഡിക്കൽ കോളേജുകൾ പോലെ സുപ്രധാനമായ ആശുപത്രികളിൽ പ്രധാനപ്പെട്ട